ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ഉച്ചയ്ക്ക് പരിപ്പ് വർഗ്ഗങ്ങൾ ഒന്ന് കഴുകി കുതിർത്തിടുവാണ്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് അളവിനാണ് പറയുന്നത്. 1/4 കപ്പ് തൊമരപ്പരിപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, പിന്നെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്. ആ 1/4 കപ്പ് ആ 1 കപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ. അങ്ങനെ ഫുള്ളായിട്ടിട്ട് അത് ഏകദേശം ഒരു 1/4 കപ്പ് ഓളം എത്തിച്ചു, ഒരു ചെറിയ കപ്പ്. എന്നിട്ട് ആ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഇതെല്ലാം മൂന്നും കൂടെ കഴുകിയെടുത്ത്, വേണമെങ്കിൽ കടലപ്പരിപ്പ് കൂടി ഇടാം. കടലപ്പരിപ്പ് എടുക്കുന്നില്ല. ഇതിനകത്ത് അരിയൊന്നും വേണ്ട കേട്ടോ. ഇഡ്ഡലിക്ക് നന്നായിട്ട് ഇത് കഴുകിയിട്ട് ഒരു 2-3 പ്രാവശ്യം പരിപ്പ് അഴുക്കൊക്കെ പോകുന്ന പോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതൊരു പ്രോട്ടീൻ ഇഡ്ഡലി എന്ന് പറയാം കേട്ടോ. തൊമരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ് ഇത്രയാണ്. കഴുകിക്കഴിഞ്ഞ് നമ്മളൊരു 4-5 മണിക്കൂറാണ് ഇത് കുതിർത്തിടേണ്ടത്. നല്ല വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഒരു 5 മണിക്കൂർ കഴിയുമ്പം അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്തിനാണ് ഞാൻ അവലൊരു 4-5 ടേബിൾ സ്പൂൺ ഒന്ന് കുതിർക്കുക 5 മിനിറ്റ്. അരയ്ക്കുന്ന സമയത്ത് 2-3 മിനിറ്റ് ഒന്ന് കുതിർത്താൽ മതി. എന്നിട്ട് അവലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കുക. 4-5 ടേബിൾ സ്പൂൺ ഒരു റെഡ് മട്ട അവലാണ്. അപ്പോൾ അവലും കൂടി ഇടുന്നതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം റൈസ് ഫ്ലേക്സ് മാത്രമേ ഉള്ളൂ അരിയുടെ കണ്ടൻ്റായിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഈ മാവ് കലക്കി നമ്മൾ പുളിക്കാനായിട്ട് രാത്രിയിൽ, ഇതിപ്പോൾ ഞാൻ അരയ്ക്കുന്നത് രാത്രി ഒരു സന്ധ്യ, നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഒരു 6-7 മണിക്കാണ് അരച്ച് വെക്കുന്നത്. എന്നുവെച്ചാൽ ഒത്തിരി ലേറ്റായിട്ട് അരച്ചാൽ പിന്നെ ഈ തണുപ്പത്തത് പൊങ്ങി വരത്തില്ല. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അരച്ച് വെക്കുവാണ്. എന്നാലേ രാവിലെ അത് നല്ല പുളിച്ച് വരത്തുള്ളൂ. ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒരു 8-9 മണിക്കൊക്കെ അരച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നല്ല കുറച്ച് തണുപ്പായില്ലേ ഇവിടെ. ഇനി ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം കാപ്പിയിടൽ പ്രോസസ്സാണ്. ഇനി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കുകയാണ്. അപ്പം സാധാരണ സാമ്പാറിന് ആദ്യം പരിപ്പാണ് വേവിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യം കഷ്ണങ്ങൾ വേവിക്കുകയാണ്. അതെ, നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. കാരണം ഞാൻ എൻ്റെ അനാലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ പേരും. അപ്പം നിങ്ങളൊന്ന് സൈഡിലൊന്ന് ചെക്ക് ചെയ്തേക്ക്, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഞാൻ ആദ്യം പരിപ്പ് വേവിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ പഴയ സ്കൂൾമേറ്റാണ്. അപ്പം പുള്ളിക്കാരി എനിക്കൊരു സാമ്പാർ മിക്സ്, ഇൻസ്റ്റൻറ്റ് സാമ്പാർ മിക്സും ചട്നി മിക്സും ഒക്കെ അയച്ചു തന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത് കാണിക്കാൻ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നത് കണ്ടോ. അപ്പം ഇത്രയും നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. ഇത്രയും പൊങ്ങി വന്നാലേ നമ്മൾ ഇഡ്ഡലി സോഫ്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പം ഈ ഇഡ്ഡലി നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല ഇത് സാധാരണ അരി ഇഡ്ഡലി അല്ല എന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും. ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പം മറ്റേ ഇഡ്ഡലി ഉണ്ടാക്കാറേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം റീസൺസ് എന്ന് വെച്ചാൽ ടേസ്റ്റ്, അതിൻ്റെ സെയിം ടേസ്റ്റ് സാമ്പാറിനൂടെ കഴിക്കും. എനിക്ക് ചട്നിയുടെ കൂടെ ഞാൻ അധികം കഴിക്കാറില്ല. സാമ്പാറും ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ല ചട്നി മാത്രമായിട്ട് ഞാനിത് കഴിക്കുന്നത് കുറവാണ്. നമുക്കാരും എനിക്ക് ചട്നി അരയ്ക്കാൻ മടിയായതുകൊണ്ട് തന്നെ. പിന്നെ ഇത് സൂപ്പർ ടേസ്റ്റാണ്. ദോശയുടെ കൂടെ ദോശയായിട്ടും ഉണ്ടാക്കാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ബഡി എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റ് സാമ്പാറും ചട്നി മിക്സും. ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി അയച്ചു തന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ കാര്യമായിട്ടില്ല. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ സാമ്പാർ പ്രഷർ കുക്കറിൽ നിന്ന് മാറ്റാൻ കാര്യം, ഞാൻ ആ കുക്കറിൽ കൂർക്ക വേവിക്കാനുണ്ട് കേട്ടോ, ചെറിയ കുക്കറിൽ തന്നെ. അപ്പോൾ കൂർക്ക ഞാൻ ആ സൈഡിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ വേറൊരു പാത്രത്തിലോട്ടാക്കി. അപ്പം വെന്ത കഷ്ണങ്ങളും വെള്ളവും ഉൾപ്പെടെ ഒരു പാത്രത്തിലോട്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ബഡിയുടെ ഇൻസ്റ്റൻറ്റ് ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പണിയില്ല. ആ പാക്കറ്റിലുള്ള കണ്ടൻസ് എല്ലാം കൂടെ ഒരു ബൗളിലോട്ടാക്കി. പിന്നെ നല്ല തിളച്ച വെള്ളം, നല്ല ബോയിലിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം അത് മിക്സ് ആക്കാനായിട്ട്. നമുക്ക് ആ ചട്നിക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം. ഇപ്പം തിക്ക് ചട്നി ആണെങ്കിൽ ഞാനൊരു സാമ്പാറും കൂടെ എടുക്കുന്ന കാരണം ഒരു തിക്കായിട്ടുള്ള ഒരു ചട്നിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. ലൂസായിട്ട് ഇപ്പം നല്ല വെള്ളം പോലത്തെ ചമ്മന്തി വേണമെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിക്കും. അത് കടുക് വരെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ എക്സ്ട്രാ കറിവേപ്പിലേക്ക് ഇടാം. പിന്നെ ആ പാക്കറ്റ് തന്നെ എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ഇച്ചിരി കോക്കനട്ട് ഓയിലും കൂടെ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടു. അപ്പം കുറച്ചുകൂടി ഒരു ഫ്ലേവർ വരുമല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തത് കേട്ടോ. ഇത് ഇപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എക്സ്ട്രാ വേറെ
പ്രിസർവേറ്റീവ്സോ അങ്ങനെ ആർട്ടിഫിഷ്യൽ കണ്ടൻസോ ഒന്നും തന്നെ ഇല്ലെന്നാണ്. ഒരു ഫ്രഷ് കോക്കനട്ട് ചട്നിയുടെ ആ ഒരു ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ എക്സ്പെക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ്. വെറും 2 ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഭയങ്കര സുഖമാണ്. എനിക്ക് പിന്നെ കാലുവേദന ഉള്ളതുകൊണ്ട് അത്രയും നേരം നിൽക്കാതെ കിച്ചണിൽ എളുപ്പപ്പണി രാവിലെ തീർക്കാൻ പറ്റിയെന്നുള്ളതൊരു ആശ്വാസം. എനിക്ക് നല്ലൊരു ഈസി മാർഗമായിട്ട് തോന്നി കേട്ടോ. അതാണ് എനിക്കിതിൽ കണ്ടൊരു ഹൈലൈറ്റ്. പിന്നെ സാമ്പാറിൽ ആ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കഴിഞ്ഞ് ഞാൻ വേറെ പാത്രത്തോടാക്കിയല്ലോ. ഇനിയും ഈ സാമ്പാർ മിക്സ്, ഇതിപ്പം ഒരു പാക്കറ്റിനകത്ത് 100 ഗ്രാം വെജിറ്റബിൾസിനുള്ള അത് 50 ഗ്രാമിൻ്റെ സാമ്പാർ മിക്സാണ്. പരിപ്പ് ഉൾപ്പെടെ അതിനകത്തുണ്ട് കേട്ടോ. അതെല്ലാം പൊടിച്ചിട്ടിരിക്കുവാണ്. അപ്പം നമ്മൾ ഇപ്പോൾ തൊമ്മരപ്പരിപ്പ് ഒന്നും വേവിച്ചിടണ്ട, അതിനകത്ത് അതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം 100 ഗ്രാം വെജിറ്റബിൾസിനുള്ള ആണ് ഒരു പാക്കറ്റ്. ഇപ്പം ഞാനിതിപ്പോൾ 200 ഗ്രാം വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഇട്ട്. വെജിറ്റബിൾസ് അത്രയും എനിക്ക് തീരെ കുറവായിട്ട് ഉണ്ടാക്കേണ്ടാത്തതുകൊണ്ട്. പക്ഷെ ഒരു പാക്കറ്റ് അവർ എഴുതിയേക്കുന്നത് 4-5 പേർക്ക് മതിയെന്നാണ്. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് നന്നായിട്ട് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ഇതിട്ടു. കുറച്ച് വാട്ടറി ആയിരുന്നു, കുറച്ചുകൂടെ നല്ലതായിട്ട് തിളപ്പിച്ചാൽ. എനിക്ക് ആദ്യം മിക്സ് ചെയ്തപ്പോൾ നല്ല കട്ടി സാമ്പാറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നല്ലപോലെ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇച്ചിരി വാട്ടറി ആയിപ്പോയി. അല്ലെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കണ്ടായിരുന്നു. എൻ്റെ വെള്ളം കണ്ട് കൂടിപ്പോയെന്ന് തോന്നുന്നു. ആദ്യം നല്ല തിക്കായിട്ട് വന്നതാണ്. ഞാൻ നല്ലപോലെ അങ്ങ് വെള്ളം ഒഴിച്ചു. അത്രയും വെള്ളം വേണ്ടായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. നമുക്ക് ഇതിങ്ങനത്തെ ഇതുണ്ടാക്കിയ ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പരിപ്പ് അതിനകത്തെല്ലാം പരിപ്പ് വല്ലതും ഉള്ളതുകൊണ്ട്. പക്ഷെ നല്ല ഒരു 5 മിനിറ്റ് സാമ്പാറും റെഡി. 3 മിനിറ്റ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. 3 മിനിറ്റ്സ് സാമ്പാർ റെഡി ആകത്തില്ല. 5 വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അങ്ങനെ. പക്ഷെ ഉപ്പ് ഒന്നും തന്നെ വേറെ ചേർക്കണ്ട, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം ചേർത്തുള്ളൂ. പക്ഷെ ബാക്കി ഒരു സാധനങ്ങൾ പുളി ചേർക്കണ്ട, ഒരു സാധനം ഞാൻ ചേർത്തില്ല. പുളി പിഴിഞ്ഞ് ഒഴിച്ചില്ല. ആ ഒറ്റ പണിയില്ല. സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല മെനക്കേണ്ട പ്രോസസ്സല്ലേ. ഒരു കടുക് വറുത്ത് ചേർക്കണ്ട, ഒന്നുമില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. ഇത് ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. എല്ലായിടത്തോട്ടും ഷിപ്പ് ചെയ്യും കേട്ടോ. ഈ പ്രോഡക്റ്റ് എല്ലാത്തോട്ടും ഷിപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം നല്ല ടേസ്റ്റ്. ഇതൊരു തമിഴ് സാമ്പാർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു നാടൻ സാമ്പാറല്ല, ഒരു ഉടുപ്പി സാമ്പാർ മിക്സാണ്. അപ്പോൾ ഒരു ഉടുപ്പി സാമ്പാർ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ആ ശരവണ ഭവൻ ആര്യാസൊക്കെ കഴിക്കുന്ന ആ ഒരു സാമ്പാർ ടേസ്റ്റാണ്. ചട്നിക്കും ആ ഒരു ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് നല്ല ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ആ പുള്ളിക്കാരി അയച്ചു തന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കാണിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് റെഡിയായി ഏതായാലും. അപ്പം അങ്ങനെയായിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് രാവിലെ. ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രോട്ടീൻ ഇഡ്ഡലിയാണ്. നല്ലതാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്. ഇത് വെച്ചിട്ട് നല്ല ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കാം. ഞാനത് ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലി ഓർ ദോശ രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ വിവരം അറിയിക്കുകയും വേണം. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാൽ പോരാ, കമൻറ്റിൽ കൂടെ പറയുകയും ചെയ്യണം ഇഡ്ഡലി ദോശയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന്. പിന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇത് ദോശയും നല്ല ടൊമാറ്റോ ചട്നിയും ഒക്കെ ഉള്ളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഫീഡ്ബാക്ക് അങ്ങനെ കുറേ പേരുടെ നിന്ന് കിട്ടിയായിരുന്നു. ഇനി ഞാൻ കൂർക്ക വേവിച്ച് വെച്ചിരുന്നത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് മുരളിയേട്ടന് ഞാനിങ്ങനെ വാട്ടർമെലൺ മാങ്ങയൊക്കെ ജ്യൂസാക്കി വെക്കും കേട്ടോ. അധികം അല്ലാതെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഞങ്ങൾ രണ്ടുപേരും എടുത്ത് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാനത് ഇതേപോലെ ഫ്രഷ് മധുരമൊന്നും ഇടാതെ ചുമ്മാ അത് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കി വെക്കും. മുരളിയേട്ടന് ഇഷ്ടമാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ജ്യൂസിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ജ്യൂസാക്കി വെക്കുന്നത്. പുറത്തു നിന്നുള്ള ഫ്ലേവർ ഉള്ള ജ്യൂസിനേക്കാളും ഇതാ മധുരമൊന്നും ഇടത്തില്ല. അപ്പം അങ്ങനെ ജ്യൂസാക്കി വെച്ച് മുരളിയേട്ടൻ അതെടുത്ത് വെക്കുക. മുരളിയേട്ടൻ തണുപ്പധികം വേണ്ട. അപ്പം എടുത്ത് ഒരു ഗ്ലാസ് പുറത്ത് വെച്ചു, ഒരു ഗ്ലാസ് എനിക്കുള്ളതും എടുത്തു തന്നു. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് കൂർക്ക മെഴുക്കുവരട്ടി പിന്നെ ഒരു മാങ്ങ പുളിശ്ശേരിക്കുള്ള പരിപാടിയാണ്. മാങ്ങ ഇപ്പം നല്ല മാങ്ങ സീസൺ അല്ലേ. മാങ്ങ പുളിശ്ശേരിക്ക് ഇതിപ്പം നല്ല മറ്റേ പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാങ്ങയല്ല, സാധാരണ മാങ്ങയാണ്. മാങ്ങയും പച്ചമുളക് ചതച്ചതും കൂടെ ഒന്ന് വേവിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. പിന്നെ തൈര്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് അടിച്ചു വെക്കും. ഞാൻ വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈരാണ് കേട്ടോ. ഒന്ന് അടിച്ചു വെക്കും. ഉറയൊഴിക്കുന്ന തൈരാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളി ഒരുവിധം ഉണ്ടാവും. പുളിച്ചിട്ടില്ലെങ്കിൽ ഞാനത് നേരത്തെ എടുത്തൊന്ന് വെളിയിൽ വെക്കും, പുളിശ്ശേരിക്ക് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് പുളിപ്പിക്കാനായിട്ട്. എന്നിട്ട് അതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഇത് ഞാൻ തേങ്ങ അരയ്ക്കാതെയാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. വെറുതെ ഇത് വേവിക്കുക, പിന്നെ തൈരും കൂടെ ഒഴിക്കുക.
പിന്നെ അതിന് കടുക് വറുക്കുന്നതിനാണ് ടേസ്റ്റ്. കടുക് വറുക്കുമ്പം കടുക് പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് ധാരാളം വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നല്ലപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുളിശ്ശേരിയാണ്. അവിടെ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ കടുക് വറുക്കും. കടുക് ഉലുവ വേണം കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മാങ്ങ ഒത്തിരി കിട്ടി. നല്ല ഫാമിൽ നിന്നുള്ള ഫ്രഷ് മാങ്ങയാണ് കേട്ടോ. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലാത്ത ഫ്രഷ് മാങ്ങ. ഇത് ഞാനൊന്ന് ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. ഇതേപോലെ വാട്ടർമെലൺ ജ്യൂസ് തീർന്നു. അപ്പോൾ ഇനി അടുത്ത മാങ്ങ ജ്യൂസ് റെഡിയാക്കി വെക്കുകയാണ്. ഇത് ഞാനിപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ട് ഇറക്കി മുള്ളിൽ വന്ന് പറഞ്ഞു ഞാൻ വീഴാറായി, കാല് നല്ല ഇത്രയും നേരം എന്നോട് അധികം നേരം ഡോക്ടർ നിൽക്കരുതെന്നാണ് പറഞ്ഞു. എനിക്ക് ഡാൻസ് ക്ലാസ്സും ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഡാൻസ് നിർത്തിക്കൂടെ എന്ന്. ഡാൻസ് നിർത്താത്തതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്, അതിന് പിന്നെ പറയാം. അപ്പം മാങ്ങ ജ്യൂസ് അത് 2 ട്രിപ്പായിട്ടാണ് അരച്ചത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് പകുതി മാങ്ങ അരച്ചു, ബാക്കി അധികം വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ ജ്യൂസിൽ. അധികം വെള്ളം ഒഴിച്ചാൽ മധുരം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതൊരു കൊള്ളാത്ത ടേസ്റ്റ് ആവും. ഒട്ടും മധുരം ചേർക്കാറില്ല ഞാൻ. അപ്പോൾ അതും 2 കുപ്പികളിലാക്കി മാംഗോ ജ്യൂസ്. എനിക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഫ്രിഡ്ജിൽ നിന്ന് മാംഗോ ജ്യൂസ് എടുത്ത് കുടിക്കാൻ എന്ത് രസമാണെന്നറിയാം. ഭയങ്കര ടേസ്റ്റാണ്. കാരണം എത്ര തണുപ്പാണെങ്കിലും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തളർന്ന് അവശയായി വേർത്തൊലിച്ചാണ് വരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മാംഗോ ജ്യൂസ് മഴയത്താണെങ്കിൽ അത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. വെളിയിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും ആസ് യൂഷ്വൽ വീണ്ടും മഴ തുടങ്ങിക്കഴിഞ്ഞു. മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് വീടിനകത്തിരിക്കാൻ നല്ല സുഖമാണല്ലേ, പുറത്തിറങ്ങുമ്പോഴാണ് പാട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.